ഹൗ ആർ യു? എങ്ങനെയുണ്ട് മക്കൾ? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷിലെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ വോയിസസ് ഇൻ യൂണിസൺ എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ പിക്ചർ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. എന്താ, നമ്മൾ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്താണ്, ഒരു വെള്ളത്തിൽ ചാടിയ ഒരു നായയെ എന്ത് ചെയ്തു, ഒരു 4-5 ആളുകൾ ചേർന്ന് ഒരുമിച്ച് നിന്ന് കൈ കോർത്ത് പിടിച്ച് രക്ഷിക്കുന്ന ചിത്രമൊക്കെ അല്ലെ? നമ്മളതിന്റെ വീഡിയോ ഒക്കെ കണ്ട ആളുകളാണ്. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെലൻ കെല്ലറിന്റെ ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് അല്ലെ? നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ, പക്ഷെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എന്ത് ചെയ്യുന്നു, അതിൽ എന്നിട്ട് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, ഈ 2ാമത്തെ യൂണിറ്റിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെലൻ കെല്ലറിന്റെ വാചകവുമായി ബന്ധപ്പെട്ട സംഗതികളായിരിക്കും എന്നാണ്. ഓക്കെ, അഥവാ ഒറ്റക്കല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്താലാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ള സംഗതി എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മുഴുവനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റത്തെ ഒരു ഡോർവേ നോക്കുകയാണെങ്കിൽ എന്താണ്, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യാണ്, ഒരു 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 വീട് പോലെ ഒരു കൊട്ടാരം എന്ത് ചെയ്യാണ്, മണലിൽ ഉണ്ടാക്കുകയാണ് അല്ലെ? അപ്പൊ എല്ലാവരും കൊട്ടാരം ഉണ്ടാക്കുകയാണോ? അല്ല, പലരും പല ജോലികളാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ഒരുമിച്ച് ഭംഗിയിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു അല്ലെ? ഒരാൾ ഒറ്റക്കാണെങ്കിൽ കഴിയോ? പ്രയാസമായിരിക്കും അല്ലെ? അതേപോലെ തന്നെ എല്ലാവരും എനിക്ക് ഉണ്ടാക്കണം, എനിക്ക് കൊട്ടാരം ഉണ്ടാക്കണം, എനിക്ക് കൊട്ടാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതും പ്രയാസമായിരിക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, മണൽ കൊണ്ടുവരാൻ ആൾ വേണം, അപ്പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരാൻ ആൾ വേണം, അതിനൊക്കെ ആൾ വേണ്ടേ? യെസ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ വർക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് പോകാം. ദ റെയിൻബോ പീപ്പിൾ എന്നുള്ള സ്റ്റോറി നോക്കാം. എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല, കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത ചില വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് മാഷി കരുതുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു വാസ്റ്റ് വില്ലേജ് അല്ലെ, വാസ്റ്റ് സാൻഡി ലാൻഡിൽ കുറെ ആളുകൾ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവരൊക്കെ എന്താണ്, ആ വില്ലേജ് എന്താണ്, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള, നല്ലൊരു സമാധാനമുള്ള അന്തരീക്ഷമുള്ള നല്ലൊരു അല്ലെ? അവിടുത്തെ ആളുകളൊക്കെ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് അല്ലെ? അങ്ങനെ ഇവരെന്ത് ചെയ്യും, വൈകും രാവിലെയും മറ്റു സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഒഴിവ് സമയത്തൊക്കെ നല്ലൊരു സ്ഥലത്തൊക്കെ പോയിട്ടിരിക്കും അല്ലെ? അവിടെ കുട്ടികളൊക്കെ സ്കെച്ചൊക്കെ വെച്ച് എന്ത് ചെയ്യും, മണലിൽ ചിത്രമൊക്കെ വരക്കും, ചിലർ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇരിക്കും അല്ലെ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇതിൽ കാണാണ് അല്ലെ? പിന്നീട് എന്ത് ചെയ്യാണ്, ഇവര് പെട്ടെന്ന് എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് അല്ലെ? ഒരു ചൂടുള്ള കാറ്റ് ഇങ്ങനെ വില്ലേജിലൂടെ പോവാണ് അല്ലെ? അതിനുശേഷം ആകാശത്ത് അവർ വലിയൊരു കാഴ്ച കാണാണ്. അവിടെയാണ് നമ്മൾ വാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു വർക്ക് അല്ലെ നമ്മൾ പഠിച്ചത് അല്ലെ? അതൊക്കെ നമ്മൾ ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്, അവിടെ പറയാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്ത് അവരങ്ങനെ ആകാശത്ത് നിന്ന് എന്തോ താഴേക്ക് വരുന്നത് കാണുകയും അവിടെ ഒരുപാട് കളർഫുൾ റിബൺസ് താഴേക്ക് വീഴുകയും അവരതെല്ലാം പോയി എടുക്കുകയൊക്കെ ചെയ്തു അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ദേ ടൈഡ് ദ റിബൺസ് എമംഗ് ദംസെൽവ്സ് അല്ലെ? അവരെന്ത് ചെയ്തു, ആ ഒരു റിബണൊക്കെ അവരുടെ മേത്ത് ചുറ്റി. അങ്ങനെ ആ ഒരു കളർ എന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് ടു സ്പ്രെഡ് അല്ലെ? അവരുടെ ശരീരത്തിലാകെ, അവരുടെ സ്കിന്നിലാകെ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു, പലരും പല കളറായി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി അല്ലെ? പക്ഷേ ബട്ട് സൂൺ അല്ലെ, എ കോൾഡ് വിൻഡ് ബ്ലൂ അല്ലെ? കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു കോൾഡ് തണുത്ത കാറ്റ് എന്ത് ചെയ്തു, വീശാൻ തുടങ്ങി അല്ലെ? അങ്ങനെ അവരുടെ അപ്പിയറൻസസിൽ, അവരുടെ പെരുമാറ്റത്തിലൊക്കെ എന്ത് ചെയ്തു, മാറ്റമൊക്കെ വരാൻ തുടങ്ങി അല്ലെ? പലരും ഞാൻ റെഡാണ്, ഞാൻ ബ്ലൂ ആണ് എന്നൊക്കെ എന്ത് ചെയ്തു, പറയാൻ തുടങ്ങി. ഞങ്ങൾ വേറെ വേറെ നിൽക്കണം, ഞങ്ങൾ ഒരേ ടീമായി അല്ലെ, ഞങ്ങൾ വേറെ വേറെ കളറിലുള്ളവരൊക്കെ ഒരേ ടീമായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു, വേർതിരിയാൻ തുടങ്ങി അല്ലെ? അങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങനെ വേർതിരിഞ്ഞ് വേറെ വേറെ ആയി അവർ ഓരോ കോർണറിൽ മതിലൊക്കെ കെട്ടി ജീവിച്ചപ്പോൾ അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അല്ലെ? ചില ഗ്രൂപ്പ് അല്ലെ, റെഡ് വാട്ടറിന്റെ കയ്യിൽ വെള്ളമുണ്ട് പക്ഷെ എന്തില്ല, ഫുഡില്ല. ബ്ലൂവിന്റെ കയ്യിൽ ഫുഡ് ഉണ്ട് പക്ഷെ എന്തില്ല, വെള്ളമില്ല അല്ലെ? അതേപോലെ തന്നെ ഗ്രീൻ ഗ്രൂപ്പിന്റെ കയ്യിൽ വുഡ് ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാര്യക്ക് താമസിക്കാൻ ഷെൽട്ടർ ഒന്നും അവർക്കില്ല അല്ലെ? യെല്ലോന്റെ ഗ്രൂപ്പ് കയ്യിൽ എന്തുണ്ട്, ഷെൽട്ടർ ഉണ്ട്, പക്ഷെ അവർക്ക് തണുപ്പാണ്. എന്താണ്, ഫയർവുഡ് ഒന്നും അല്ലെ, തീ എത്തിക്കാൻ വിറകോ ഫയർവുഡ് ഒന്നും അവരുടെ കയ്യിലില്ല അല്ലെ? അപ്പൊ ഇങ്ങനെ പരാതിയൊക്കെ വന്നപ്പോ ആ നാട്ടിലേക്ക് ആര് വന്നു, യെസ്, ഒരു സ്ട്രേഞ്ചർ വന്നു അല്ലെ? എന്നിട്ട് ആ സ്ട്രേഞ്ചർ അവരോട് എന്ത് ചെയ്തു, ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ? എന്താണ്, സ്ട്രേഞ്ചർ പറഞ്ഞു അവരോട് എന്ത്, നിങ്ങൾ എല്ലാവരും പരസ്പരം സാധനങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. പക്ഷെ അവർ സമ്മതിച്ചോ? ഇല്ല. അവർ ആദ്യം പറഞ്ഞു എന്ത്, ഞങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും കഴിയില്ല, ഞങ്ങളൊക്കെ ഓരോ വേറെ വേറെ ടീമാണെന്നൊക്കെ പറഞ്ഞു അല്ലെ? മുമ്പ് അവരൊക്കെ ഒരുമിച്ച് നിന്നിരുന്ന ആളുകളാണ് അല്ലെ? പിന്നെ അവർ നിറക്കെ മാറിയപ്പോഴാണ് അവർ വേറെ വേറെ ടീമായിട്ട് അല്ലെ? അപ്പൊ ഇവര് ഇങ്ങനെ വിശന്നിരിക്കുകയാണ്, കുറെ പരാതിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ
അവരെന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അല്ലെ. അങ്ങനെ വന്നപ്പോ ഇയാളോട് വീണ്ടും ചോദിച്ചു. അയാൾ പറഞ്ഞു എന്ത്, ഷെയറിങ് ഈസ് ദ ഓൺലി വേ, ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് വഴി, വേറെ ഒരു വഴിയും നിങ്ങൾക്ക് രക്ഷപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു, അവര് പരസ്പരമൊക്കെ നോക്കിയിട്ട് ദേ സ്റ്റാർട്ടഡ് ടു ബിഗൻ അല്ലെ, ദേ ബിഗൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ് അല്ലെ, അവർക്ക് എന്താണോ ഉള്ളത് അത് പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി അല്ലെ. അവിടെയാണ് ഒരു മിറാക്കിൾ അല്ലെ, വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത് അല്ലെ. അവരെന്തായാലും എല്ലാവരും എന്തായി, ഒന്നായി, യൂണിറ്റി ആയി അല്ലെ. അവരെന്ത് ചെയ്തു, അവരുടെ വാൾസ്, ദേ പുൾ ഡൗൺ ദെയർ വാൾസ്, അവരവരുടെ വാളൊക്കെ അല്ലെ, മതിലുകളൊക്കെ താഴേക്ക് വലിച്ചിട്ടു. ആൾ ദ റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ അല്ലെ. അവരുടെ റിബൺസ് ഒക്കെ എന്ത് ചെയ്തു, നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു റെയിൻബോ ആയി മാറി. അങ്ങനെ അവരെ സ്വയം എന്ത് വിളിച്ചു, ദ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു അല്ലെ. അങ്ങനെ അവർ സന്തോഷത്തോടെ അവരെന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ് അല്ലെ. ഇതാണ് നമ്മൾ റെയിൻബോ പീപ്പിൾ എന്ന സ്റ്റോറിയുടെ അല്ലെ ഒരു ഭാഗം, വളരെ ചുരുക്ക ഭാഗം അല്ലെ. പിന്നീട് വരുന്നത് ഗ്ലോസറിയാണ്. ഗ്ലോസറി നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് 1 പറഞ്ഞിരുന്നു അല്ലെ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റാവുന്ന ഇംഗ്ലീഷ് മീനിങ്ങുകളൊക്കെ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം അല്ലെ. ഇപ്പൊ കാം, ടു ബി റിലാക്സ്ഡ് അല്ലെ. കാമിന്റെ അർത്ഥം എന്താണ്, ടു ബി റിലാക്സ്ഡ്. അത് അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ റിലാക്സിന്റെ അർത്ഥം അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. അപ്പൊ കാം, ടു ബി റിലാക്സ്ഡ് അല്ലെ, എന്താണ് റിലാക്സ് ചെയ്യുക അല്ലെ. വാസ്റ്റ്, ലാർജ് ഇൻ സൈസ് അല്ലെ. അങ്ങനത്തെ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, കുറച്ചുള്ള മീനിങ് ഉള്ളതെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. കഴിയുന്നവർ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള അല്ലെ പ്രയാസമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, അതിന്റെ മലയാളം പഠിച്ചാൽ മതി. അല്ലാത്തതൊക്കെ ഇംഗ്ലീഷ് മീനിങ് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. അടുത്ത എന്താണ്, ഒരു വേർഡ് ഹണ്ടാണ് അല്ലെ. വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്, എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവും അല്ലെ. എന്താണ്, ടുഗെദർ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വ്യത്യസ്തമായ വാക്കുകളാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് അല്ലെ. ഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം ടു ഉണ്ട് അല്ലെ, ഗെറ്റ് ഉണ്ട്, ഹെർ ഉണ്ട് അല്ലെ, ദീ ഉണ്ട്, ഹോട്ട് ഉണ്ട് അല്ലെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വാക്ക് മാത്രമാണ് മാഷ് എഴുതിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടും. അതൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കാം. മൈ കളർ മൈ പ്രൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കളറിലുള്ള അല്ലെ ആളുകളും അവരുടെ കളറിനെ കുറിച്ച് അല്ലെ, നല്ല ഞങ്ങളുടെ കളറാണ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കളറിനെ കുറിച്ച് ഉഷാറാക്കി പറയുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. അവരുടെ പ്രൈഡ്, അവരുടെ അഭിമാനം അല്ലെ ആണ് അവരുടെ കളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അല്ലെ. ഇപ്പൊ ബ്ലൂ പറയുന്നതും യെല്ലോ പറയുന്നതും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ. ബ്ലൂ പറയുന്നതും യെല്ലോ പറയുന്നതും ഒക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്, ആ പാറ്റേൺ മനസ്സിലാക്കി അതുപോലെ റെഡിന്റെയും ഗ്രീനിന്റെയും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളതാണ് അല്ലെ. അപ്പൊ ബ്ലൂവിന്റെ പാറ്റേൺ നോക്കൂ, ഐ ആം ബ്ലൂ അല്ലെ. ഫസ്റ്റത്തെ എന്താണ്, ഐ ആം ബ്ലൂ. യെല്ലോ പറയുന്ന നോക്കൂ, ഐ ആം യെല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, യെസ് റെഡിന്റെ എന്ത് ചെയ്താം, ഐ ആം റെഡ് അല്ലെ. ഗ്രീനിന്റെ എന്ത് ചെയ്താം, ഐ ആം റെഡ് എന്ന് എഴുതാം, എളുപ്പല്ലേ. ഓക്കെ, പിന്നെന്താണ്, ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ, ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ അല്ലെ. അപ്പൊ നീല കളറിലുള്ള എന്തോ ഒരു സാധനം അടുത്തത് എഴുതണം അല്ലെ. അപ്പോ യെല്ലോയിൽ അത് വേറെ രണ്ടാമത്തെ വരിയിലാണ് കൊടുത്തിട്ടുള്ളത്, എന്താണ്, ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ അല്ലെ. യെല്ലോ അതുപോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെഡിലും അതുപോലെ കൊടുക്കാം, ഐ ആം ദ കളർ ഓഫ് ആപ്പിൾസ് ആൻഡ് റോസസ് എന്ന് കൊടുത്തു മാഷി. ഓക്കെ, ഗ്രീനിൽ എന്ത് ചെയ്തു, ഐ ആം ദ കളർ ഓഫ് ലഷ് ഗ്രാസ് ടാൾ ട്രീസ് ആൻഡ് ഫ്രഷ് ലീവ്സ് എന്ന് കൊടുത്തു അല്ലെ. ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിലുള്ളതല്ലേ അല്ലെ. ലഷ് ഗ്രാസ് അല്ലെ, ലഷ് ഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ അല്ലെ. ടോൾ ട്രീസ് ഇല്ലേ അല്ലെ, ഫ്രഷ് ഗ്രാസ് ഇല്ലേ അല്ലെ. അതൊക്കെ വേറെ രീതിയിൽ എന്ത് ചെയ്തു, മാഷി ഇവിടെ തന്നെ എഴുതി അല്ലെ. പിന്നീട് ഇവിടെ എന്താ പറയുന്നത്, ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ അല്ലെ. ഏതാണ് വേൾഡത്തെ ലാർജസ്റ്റ് ആനിമൽ, ബ്ലൂ വെയിൽ ആണ് അല്ലെ. ബ്ലൂ വെയിൽ അല്ലെ, ആ കടലിലൊക്കെ ഉള്ള ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം അല്ലെ, അതാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. പിന്നെ ഇവിടെ യെല്ലോ എന്ത് ചെയ്തു, ഐ ഷൈൻ ലൈക്ക് ദ സൺ അല്ലെ, ഞാൻ സൂര്യനെ പോലെ ഇങ്ങനെ ഷൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ അപ്പൊ റെഡിന് എന്ത് പറയാം, ഐ മേക്ക് ദ മോർണിംഗ് സൺറൈസ് ലുക്ക് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലെ. ഈ ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കൂ. യെസ്, ഭാഷ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്താണ് അല്ലെ. അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ട്. നിങ്ങളും അതുപോലെ എടുത്താൽ മതി. ഓക്കെ, വളരെ എളുപ്പം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടാക്കി എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, നോ പ്രോബ്ലം അല്ലെ. ഐ മേക്ക് ദ മോർണിംഗ് സൺറൈസ് ലുക്ക് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലെ. അതിൽ റെഡിനെ കുറിച്ച് നമ്മൾ സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുമ്പോൾ ബ്രൈറ്റ് അല്ലെ, സൺ എന്താണ് ബ്രൈറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഗ്രീനിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഐ മേക്ക് ദ നേച്ചർ കൂൾ ആൻഡ് ലവ്ലി അല്ലെ. നമ്മൾ നേച്ചർ പ്രകൃതി കൂൾ അല്ലെ, നല്ലൊരു മനോഹരവും തണുപ്പൊക്കെ ആക്കും അല്ലെ. ലവ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെ. നമുക്കറിയാം നല്ല മൂന്നാർ പോലെയുള്ള അല്ലെ, വയനാട് പോലെയുള്ള അല്ലെ, നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അല്ലെ. എല്ലാ ജില്ലകളിലും ഉണ്ട് അങ്ങനെ പച്ചപ്പൊക്കെ
ഉള്ള സ്ഥലത്ത്, ഏത് ജില്ലയിലാണെങ്കിലും അങ്ങനെ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. യെസ്, ആ ഒരു ഗ്രീൻ അല്ലെ, ഒരു പച്ച നിറത്തിലേക്ക് അല്ലെ, അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്തു, അവിടെ പറഞ്ഞു ഐ മേക്ക് ദ നേച്ചർ കൂൾ ആൻഡ് ലവ്ലി അല്ലെ. അപ്പൊ ഈ ലഷ് ഗ്രിയാസ് അല്ലെ, ടോൾ ട്രീസ് അല്ലെ, അതൊക്കെ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ എഴുതാം അല്ലെ. അപ്പൊ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരീക്ഷക്കോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ മോഡലിൽ നമുക്ക് അടുത്തത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തത് അല്ലെ. ഇപ്പൊ ഐ ആം ബ്ലൂ, ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ അല്ലെ, ഐ ആം യെല്ലോ അല്ലെ, അത്തരം സംഗതി അല്ലെ. അപ്പൊ ഐ ആം റെഡ് എന്ന് ഇവിടെ കൊടുത്തു അല്ലെ. അത് ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതെന്ത് ചെയ്യാം, എപ്പോഴും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആക്ടിവിറ്റീസ് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. എന്താണ് ഫീലിംഗ് വേർഡ്സ് അല്ലെ. യെസ്, നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഈ ഒരു റെയിൻബോ പീപ്പിളില് ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് താഴേക്ക് വരുന്നത് കണ്ടപ്പോ ആളുകളൊക്കെ എന്ത് പറഞ്ഞു, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ആ വാവ് എന്ന് കഴിഞ്ഞപ്പോ കണ്ടോ ഒരു ആശ്ചര്യ ചിഹ്നം അല്ലെ. മലയാളത്തിൽ നമ്മൾ ആശ്ചര്യ ചിഹ്നം എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താണ്, എക്സ്ക്ലമേഷൻ മാർക്ക് ആണ് അല്ലെ. ഈ എക്സ്ക്ലമേഷൻ അല്ലെ, എക്സ്ക്ലമേഷൻ മാർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, പ്രത്യേകിച്ച് എല്ലാവരും കാണാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കുക അല്ലെ, വാവ് ഭയങ്കര അത്ഭുതമുള്ള സമയത്താണ് അല്ലെ. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്, വാവ് ഉണ്ട്, അലാസ് ഉണ്ട്, ഔച്ച് ഉണ്ട്, ഏ ഉണ്ട്, ഹുറേ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അല്ലെ. ഫസ്റ്റ് നോക്കൂ, വി ഹാവ് പ്ലേഡ് വെരി വെൽ, നമ്മൾ നന്നായിട്ട് കളിച്ചു അല്ലെ. വി ലോസ്റ്റ് ദ ഗെയിം, അപ്പൊ ഇവിടെ എന്തോന്ന് കൊടുക്കുക അല്ലെ. അപ്പൊ എന്തോ മലയാളത്തിലാണ് നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്നത്, എന്തോ ഒരു കഷ്ടം അല്ലെ, സങ്കടമായി പോയി, അതിപ്പോ അങ്ങനെ ആയിരുന്നില്ല വരേണ്ടത് എന്നൊക്കെ തോന്നുന്നു അല്ലെ. ഇവരുടെ ഫേസ് നോക്കി എന്തോ ഒരു കഷ്ടം എന്നുള്ള സ്വഭാവത്തിലാണ് അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചേർക്കുക, അലാസ് എന്ന് ചേർക്കുക. എന്ത് ചേർക്കുക, അലാസ് അല്ലെ. അപ്പൊ നമ്മൾ നന്നായിട്ട് ചെയ്തു, പക്ഷെ നമുക്ക് ചെയ്യാൻ അല്ലെ അതിൽ നമ്മൾ എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ അല്ലെ നമ്മൾ കഷ്ടായി പോയല്ലോ എന്നൊക്കെ പറയില്ലേ, ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയണം, ഇനി മുതൽ അലാസ് എന്ന് പറയണം. എന്ത് പറയണം, അലാസ് അല്ലെ. രണ്ടാമത്തെ നോക്കൂ, അവർ ടീം ഹാസ് വോൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം അല്ലെ. എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് പറയണെന്ത്, നമ്മൾ ടീം എന്ത് ചെയ്തു, വേൾഡ് കപ്പ് വിജയിച്ചു അല്ലെ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ. കുറെ പേരുണ്ട് അവിടെ എന്ത് പറയും, ഹുറേ എന്ന് പറയും. എന്ത് പറയും, ഹുറേ എന്ന് പറയും. ഓക്കെ, അപ്പോ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് വിജയാഘോഷമൊക്കെ നടത്തുമ്പോൾ അവിടെ എന്ത് പറയും, ഹുറേ എന്ന് പറയും അല്ലെ. പിന്നെ എന്താണ്, ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഭയങ്കര അല്ലെ അങ്ങനെ പാറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ക്യാച്ച് പിടിക്കുകയാണ് അല്ലെ, ക്യാച്ച് ചെയ്യാണ് അല്ലെ. അപ്പൊ എന്താണ്, ആ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെ അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാവും അല്ലെ. അവിടെ നമ്മൾ എന്ത് പറയും, വാവ് എന്ന് പറയും അല്ലെ. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, അത് ഇടണം. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. അത് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് പോകും. ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് മാർക്ക് ഇടാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ വാവ് എന്നുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, ഈ എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, മാർക്ക് ചെയ്ത്. ഓക്കെ, പിന്നെ എന്താണ്, ഈ കുട്ടിക്ക് എന്തോ ഒരു വേദന ഉണ്ട് അല്ലെ. അപ്പൊ എന്താ പറയുന്നത് നോക്കൂ, യു ഹിറ്റ് മൈ ഹാൻഡ് അല്ലെ, നീ എന്റെ കയ്യിൽ അടിച്ചോ, ഐ ഫീൽ പെയിൻ ഇൻ ഹാൻഡ് അല്ലെ. അപ്പൊ ഇനി മുതൽ ക്ലാസ്സിൽ എന്ത് അല്ലെ വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് പറയും, ഔച്ച് എന്ന് പറയും. എന്ത് പറയും, ഔച്ച് അല്ലെ. അപ്പൊ ഇനി ക്ലാസ്സിൽ നമ്മളൊക്കെ ചിലപ്പോൾ നടക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഓടുന്നതിന്റെ ഇടയിലൊക്കെ ആരെങ്കിലും ഒക്കെ കൂട്ടിമുട്ടും അല്ലെ. അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് വേദന ഉണ്ടാവുമ്പോൾ നമ്മൾ ഔന്റെ മേ അല്ല അയ്യോ എനിക്ക് വേദന ആയി എന്നാണോ പറയാ അല്ല. ഇനി മുതൽ നമ്മൾ എന്ത് പറയും, അതൊക്കെ മാറ്റിയിട്ട് ഔച്ച് എന്നെന്ത് ചെയ്യാ പറയാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് ആ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കൂല അല്ലെ. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ബോബി യു ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് അല്ലെ. ഒരമ്മ മകൻ എന്ത് ചെയ്യാണ്, എന്താണ് അഭിനന്ദിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് പറയും, ഏ അല്ലെ, ഏ ബോബി യു ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് അല്ലെ, നിനക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നൊക്കെ പറയും അല്ലെ. അവിടെ എന്ത് ചേർക്കും, ഏ എന്ന് കിട്ടും അല്ലെ. ഇത് കുറച്ച് പ്രധാനപ്പെട്ടതാണ് ഫീലിംഗ് വേർഡ്സ് എന്നുള്ളത് കേട്ടോ. അതെന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളെ യൂട്യൂബിലത്തെ മറ്റേ ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുകൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ള വീഡിയോ ഒക്കെ നന്നായിട്ട് കണ്ട് പഠിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക് ഇടാം. എല്ലാവരും എന്ത് ചെയ്യാം, അത് വെച്ച് കാണും. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്, എങ്ങനെയാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, മാഷ് ഇവിടെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാഷ് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചെയ്യുക എന്നുള്ളത്. കാരണം എന്താണ്, അത് കുറച്ചുകൂടി സമയമൊക്കെ എടുത്ത് വിശാലമായിട്ട് പറയേണ്ടതാണ്. അതേപോലെ തന്നെ വളരെ എളുപ്പവുമാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ. കാരണം എന്താ, യെസ് ഈ ചിത്രത്തിൽ കാണുന്ന സംഗതികൾ മാത്രം പറയാനേ ഉള്ളൂ അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം,
ചില സംഗതികൾ കാണാതെ പഠിക്കുകയൊക്കെ ചെയ്താൽ അല്ലെ കുറച്ച് വരികളൊക്കെ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ലൈനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ ചെയ്യാം. ജസ്റ്റ് ഒരു കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം എന്തെങ്കിലും പറയാം അല്ലെ. തുടക്കത്തിൽ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അല്ലെങ്കിൽ ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ പാർക്ക് അല്ലെ. ഇനിയിപ്പോ അതൊരു കാടാണെങ്കിൽ ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ഫോറസ്റ്റ് അല്ലെ. ഇനി അതൊരു സ്കൂൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ സ്കൂൾ അല്ലെ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതാം അല്ലെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അല്ലെ നമുക്ക് കാണുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഴുതാം അല്ലെ. there are അല്ലെങ്കിൽ ഐ ക്യാൻ സീ ദ ഗിഫ്റ്റ്സ് ആർ ഫാളിംഗ് ഡൗൺ അല്ലെ. അപ്പൊ നമ്മൾ കാണുന്ന സംഗതികളല്ലേ, ഐ ക്യാൻ സീ എന്ന് വെച്ച് തുടങ്ങാം അല്ലെ. ദ ഗിഫ്റ്റ്സ് ആർ ഫാളിംഗ് ഡൗൺ, ഐ ക്യാൻ സീ എന്ന് വെച്ച് തുടങ്ങാം. ഐ ക്യാൻ സീ എന്ന് വെച്ച് തുടങ്ങാം അല്ലെ. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഐ ക്യാൻ സീ എന്ന് വെച്ച് തുടങ്ങാം അല്ലെ. ഐ ക്യാൻ സീ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് അല്ലെ, ഓർ ഐ ക്യാൻ സീ ദ ചിൽഡ്രൻ ആർ ഗ്രാബിംഗ് ദ ഗിഫ്റ്റ്സ്. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. പിന്നീട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, അതാ എ ബോയ് അല്ലെ, ഒരു കുട്ടി ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ ബോയ് ഈസ് വെച്ച് തുടങ്ങും അല്ലെ. എന്താണ് എ ബോയ് ഈസ് വെച്ച് തുടങ്ങും അല്ലെ. ഇപ്പൊ നോക്കൂ, ഈ ഒരു കുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, എ ബോയ് ഈസ് അല്ലെ ഹോൾഡിങ് എ ഗിഫ്റ്റ് ബോക്സ് അല്ലെ. എ ബോയ് ഈസ് ഹോൾഡിങ് എ ഗിഫ്റ്റ് ബോക്സ് അല്ലെ. അപ്പൊ ഒരാൾ മാത്രമാണെങ്കിൽ എന്താണ്, ഈസ് പ്ലസ് ING, എന്താണ് ഈസ് പ്ലസ് ING ഒക്കെ വരും അല്ലെ. നമ്മൾ മറ്റേ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഓക്കെ, എന്താണ് ഇനി 2-3 അധികം ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെ, ദ ചിൽഡ്രൻ ആർ അല്ലെ. അപ്പൊ 2-ൽ-അധികം ആളുകളാണെങ്കിൽ ആർ വെക്കും അല്ലെ, ആർ പ്ലസ് ING വെക്കും. ഓക്കെ, ദ ചിൽഡ്രൻ ആർ ഗ്രാബിംഗ് ദ ഗിഫ്റ്റ്സ്, ദ ചിൽഡ്രൻ ആർ ഗ്രാബിംഗ് ദ ഗിഫ്റ്റ്സ് അല്ലെ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അവസാനത്തിൽ എന്ത് ചെയ്യണം, ആ ഒരു ചിത്രത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ഫീലിംഗ്, അതിന്റെ ഒരു സന്തോഷം കൂടി നമ്മൾ പ്രകടിപ്പിച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ. മാഷ് കൊടുത്ത് നോക്കൂ, എവ്രി വൺ ഈസ് സ്മൈലിംഗ് ആൻഡ് എൻജോയിങ് ദ മാജിക്കൽ സൈറ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്ത്. മാഷ് വായിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ രണ്ടാമത്തെ എങ്ങനെയാണ് മാഷ് എഴുതിയിട്ടുള്ളതെന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ മറ്റേ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. അതെന്ത് ചെയ്യും, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ആക്ടിവിറ്റി 5 നോക്കുക. എന്താണ് ആക്ടിവിറ്റി 5? എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പുതിയൊരു ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി പഠിക്കുകയാണ് അല്ലെ. എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അഥവാ നമ്മൾ നെയിമിംഗ് വേർഡ്സ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. നെയിമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താ, അത് പ്ലേസ് അല്ലെ, ഒന്നെങ്കിൽ പ്ലേസ് ആവണം, അല്ലെങ്കിൽ തിങ്സ് ആവണം അല്ലെ. അങ്ങനെ കുറെ അല്ലെ, ആനിമൽസിന്റെ പേര്, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ വേറെ ഒന്നാണ് എന്ത്, ഇവിടെ എന്താണ്, ഇതിന്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഒരു വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അതെന്താണെന്ന് വിശദീകരിക്കുന്ന വാക്കുകളാണ് എന്ത്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തു നോക്കൂ, കളർഫുൾ റിബൺസ്. എന്താണ് അല്ലെ, റിബൺ എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താണ്, നമുക്കിപ്പോ ചിലപ്പോ ഒറ്റ കളറിലുള്ള റിബൺ ആവാം അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാം പച്ച ആവാം അല്ലെ, റിബൺ എല്ലാം ചുവപ്പാവാം, എല്ലാം വെള്ളയാവാം, എന്തും ആവാം അല്ലെ. പക്ഷെ അതേസമയം കളർഫുൾ റിബൺ എന്ന് പറഞ്ഞാൽ എന്തായി, യെസ്, അതിൽ എല്ലാ കളറിലുള്ള റിബണുകളും അല്ലെങ്കിൽ പല നിറത്തിലുള്ള റിബണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ആ റിബണിനെ ഡിസ്ക്രൈബ് ചെയ്ത വാക്ക് ഏതാണ്, ഈ കളർഫുൾ എന്നുള്ളതാണ് അല്ലെ. ഈ കളർഫുള്ളിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വൺ ഡേ നെഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെന്റ് ടു എ സാൻഡി ബീച്ച്. ഇതെല്ലാവർക്കും അറിയില്ലേ അല്ലെ. ഒരു സാൻഡി ബീച്ചിലേക്ക് എന്ത് ചെയ്യാണ്, നെഹയും ബ്രദറും കൂടി എന്ത് ചെയ്യാണ്, പോവാണ് അല്ലെ. ദേ വെന്റ് ടു എ സാൻഡി ബീച്ച് അല്ലെ. ദ സ്കൈ വാസ് എന്തായിരിക്കും, യെസ്, ബ്രൈറ്റ് ആണ് അല്ലെ. ദ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദ വാം സൺ അല്ലെ. എന്ത് സണ്ണാണ്, വാം സൺ അല്ലെ. അപ്പൊ നോക്കൂ, ആ സണ്ണിനെ പറഞ്ഞത് എന്താ വെച്ചാണ്, എന്ത് ഡിസ്ക്രൈബിംഗ് ആണ്, വാം അല്ലെ, ചൂടുള്ള സണ്ണാണ് അല്ലെ. അപ്പൊ സ്കൈനെ പറഞ്ഞത് എന്താണ്, ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ബ്രൈറ്റ് ആണ് എന്ത്, ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലെ. ബീച്ചിനെ എങ്ങനെയാണ് സൂചിപ്പിച്ചത്, സാൻഡി അല്ലെ, ഒരുപാട് മണലൊക്കെ ഉള്ള സാൻഡി ആയിട്ടുള്ള ബീച്ചാണ് അല്ലെ. പിന്നെ നോക്കുക, ദേ മെയ്ഡ് എ ഡാഷ് സാൻഡ് കാസിൽ അല്ലെ. എങ്ങനത്തെ സാൻഡ് കാസിൽ അല്ലെ, സാൻഡ് കാസിൽ പറഞ്ഞാൽ എന്താണ്, മണ്ണ് അല്ലെ, അല്ലെങ്കിൽ മണൽ കൊണ്ടുള്ള കൊട്ടാരം. എങ്ങനത്തെ കൊട്ടാരം, ബിഗ് അല്ലെ, ബിഗ് സാൻഡ് കാസിൽ, വലിയ മണൽ കൊണ്ടുള്ള കൊട്ടാരം എന്ത് ചെയ്തു, അവര് നിർമ്മിച്ചു അല്ലെ. അപ്പൊ സാൻഡ് കാസിലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്ക് ഏതാണ്, യെസ്, ബിഗ് എന്നാണ് അല്ലെ. ഇനിയിപ്പോ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, സ്മോൾ എന്നാക്കാം. അപ്പൊ അതായിരിക്കും ഡിസ്ക്രൈബിംഗ് വേർഡ്. ഓക്കെ, ആൻഡ് കളക്റ്റഡ് ഡാഷ് ഷെൽസ് അല്ലെ. എങ്ങനത്തെ ഷെൽസ് ആണ്, ഷൈനി, നല്ല ഷൈനി ആയിട്ടുള്ള നല്ല തിളക്കമുള്ള ഷെൽസ് അല്ലെ. അപ്പൊ ആ ഷെല്ല് എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്, അതിപ്പോ ഷെല്ല് എന്ന് പറഞ്ഞാൽ പല രീതിയിലാവും അല്ലെ. പക്ഷെ ഷൈനി ഷെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല തിളക്കമുള്ള ഷെല്ല് നായി അല്ലെ. ആ ഷൈനി എന്ത് ചെയ്യുന്നു, ആ ഷെല്ലിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതെന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്നു അല്ലെ. അതാണ് ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രം ദ ഷോർ നെഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ അല്ലെ. അങ്ങനെ കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ മാഷി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക, നമ്മളെ പാഠം
ഭാഗത്ത് നിന്നുള്ളതാണ് പീസ്ഫുള്ളിസം അല്ലെ, പീസ്ഫുൾ വില്ലേജ് അല്ലെ, സിമ്പിൾ കൈൻഡഡ് ഹേർട്ടഡ് പീപ്പിൾ അല്ലെ. ആ മനുഷ്യന്മാർ എങ്ങനത്തെ ആൾക്കാരാന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായത്? സിമ്പിൾ ആണെന്ന് പറഞ്ഞു മനസ്സിലായി അല്ലെ. ആ വില്ലേജ് എങ്ങനെയാണെന്ന് മനസ്സിലായി? പീസ്ഫുൾ വില്ലേജ് അല്ലെ, സമാധാനമുള്ള വില്ലേജ് അല്ലെ. അപ്പൊ ആ വില്ലേജിനെ ഡിസ്ക്രൈബ് ചെയ്ത വാക്കായിരുന്നു ഏത്? പീസ്ഫുൾ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക, ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് അർത്ഥമൊക്കെ നോക്കുക. ഓക്കെ, എല്ലാം മാഷ് പറഞ്ഞുതരാത്ത സ്വയം നമ്മൾ ചെയ്യണം. എപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, ആൻസ് എന്നുള്ള ഒരു പോയ ഉണ്ട് അല്ലെ. ഈ പോയത്തിൽ എന്താ പറയുന്നത്? ആൻസിന്റെ പവറും അല്ലെ, ഉറുമ്പുകളുടെ പവറും അല്ലെ, അവർക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അതിലെ വാക്കുകൾ, ഗ്ലോസറിയിലുള്ള വാക്കുകളൊക്കെ നോക്കുക. അതിൽ ആ ഒരു ആൻസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് ഉത്തരം എഴുതി നോക്കുക. എന്നിട്ട് മാത്രം മാഷ് എഴുതിയതും നിങ്ങൾ എഴുതിയതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ സ്വയം തന്നെ എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് അല്ലെ. എല്ലാ പരീക്ഷയിലും ആദ്യത്തെ ആക്ടിവിറ്റി നമുക്കറിയാം എന്താണ്? ഇത്തരം ഒരു സ്റ്റോറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പോയത്തിൽ നിന്നൊക്കെ ചോദ്യത്തിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ സ്വയം ചെയ്തു നോക്കുക, എന്നിട്ട് മാഷ് ചെയ്തതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ആക്ടിവിറ്റി 1 നോക്കാം. ഇൻ ദ പോയം ആൻഡ്സ് വേർഡ് ആൻഡ് ആൻഡ് കാൺറ്റ് അല്ലെ, ആ റൈമിംഗ് വേർഡ്സ് അല്ലെ. നമ്മൾ നേരത്തെ കഴിഞ്ഞ പോയത്തിൽ തന്നെ പഠിച്ചിരുന്നു അല്ലെ, പോലീസിന്റെ പോയത്തിൽ തന്നെ പഠിച്ചിരുന്നു റൈമിംഗ് വേർഡ്സ് അല്ലെ. ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് മാഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് കാൺറ്റ് അല്ലെ, ത്രൂ ഡു അല്ലെ, ത്രൂ ഡു അല്ലെ. ഇതിന്റെ അവസാനത്തിൽ ചിലപ്പോ ഇവിടെ UGHും ഇവിടെ OU ആയിരിക്കും, പക്ഷെ സൗണ്ട് എന്താണ്? ഒരുപോലെയാണ് വരുന്നത് അല്ലെ. അപ്പൊ സൗണ്ട് ഒരുപോലെ വരുന്നതാണ് റൈമിംഗ് വേർഡ്സ് അല്ലെ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, അവസാനത്തിൽ ഒരേ അക്ഷരങ്ങൾ വന്ന എല്ലാ റൈമിംഗ് വേർഡ്സ് ആയി. അങ്ങനല്ല, എന്താണ്? സൗണ്ട് ഒരുപോലെ വരുമ്പോൾ മാത്രമാണ് അത് റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ. നോക്കൂ, ത്രൂ ഡു, സ്റ്റേ വേ, ഗോ നോ അല്ലെ, ഗോ നോ. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ അല്ലെ. ഇവിടെ റിഡിൽ കൊടുത്തിട്ടുണ്ട്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ അല്ലെ. ഞാൻ എന്ത് ചെയ്യും? ആകാശത്ത് ട്വിങ്കിൾ ചെയ്യും, തിളങ്ങും അല്ലെ. ബ്രൈറ്റ് ആൻഡ് ഫാർ അല്ലെ, നല്ല ബ്രൈറ്റ് ആയിട്ട്, ഫാർ ദൂരത്തിൽ അല്ലെ. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയതാണ് ഹൈ ഇൻ ദ സ്കൈ ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്. അല്ലെ, രാത്രി ആകാശത്ത് പാറ്റേൺ രൂപത്തിലൊക്കെ കാണുന്ന ആരാണ്? യെസ്, സ്റ്റാർ ആണ്. എല്ലാവർക്കും അറിയാം, വെരി സിമ്പിൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൻഡിനെ കുറിച്ച് മാഷ് എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഐ ആം വെരി സ്മോൾ ആൻഡ് ടൈലി. ഞാൻ വളരെ ചെറുതും അല്ലെ ടൈനി ആയിട്ടുള്ളതാണ്. ഐ വർക്ക് ഹാർഡ് ഓൾ ഡേ വിത്തൗട്ട് റെസ്റ്റ് അല്ലെ. നമ്മൾ പോയത്തിൽ പറയുന്നത് പോലെ എന്താണ്? ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, റെസ്റ്റ് എടുക്കാതെ. ഐ വാക്ക് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അല്ലെ. ഉറുമ്പുകൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന കണ്ടില്ലേ? വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെ. അപ്പൊ ഹു ആം ഐ ആരാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇത്തരം റിഡിൽസ് എഴുതുക എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ബട്ടർഫ്ലൈ ആണെങ്കിൽ ബട്ടർഫ്ലൈനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2-3 വരിയിൽ എഴുതി വെക്കുക. അവസാനത്തിൽ ഹു ആം ഐ എന്ന് ചേർത്താൽ അതെന്തായി? റിഡിലായി. അത്രേ ഉള്ളൂ അല്ലെ. ഇപ്പൊ മാഷ് നോക്കൂ, അല്ലെ, അത് എങ്ങനെ എഴുതണം? ഐ ഹാവ് അല്ലെ, ഐ ഹാവ് അല്ലെങ്കിൽ ഐ ആം അല്ലെ ഐ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? ആ ഒരു ജീവി അത് പറയുന്നത് രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? റിഡിൽ എഴുതേണ്ടത് അല്ലെ. നോക്കൂ, ഐ ഐ ഐ അല്ലെ, ഐ എല്ലാത്തിലും എന്താണ്? ഐ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ തുടങ്ങാം. ഐ ഹാവ് കളർഫുൾ ആൻഡ് സോഫ്റ്റ് വിങ്സ്. എനിക്ക് എന്തുണ്ട്? കളർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് വിങ്സ് ഉണ്ട്. ഐ ഫ്ലൈ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ഞാൻ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പറക്കും. ഐ ലവ് സ്വീറ്റ് നെക്ടർ അല്ലെ. എനിക്ക് മധുരമുള്ള തേനുകളൊക്കെ അല്ലെ, പൂവിന്റെ തേനുകൾ ഇഷ്ടമാണ്. ഹുവാമൈ ലാസ്റ്റ് എന്ത് ചെയ്തു? ഹുവാമൈ ചേർത്തു അല്ലെ. ബട്ടർഫ്ലൈനെ കുറിച്ച് പറഞ്ഞു, ലാസ്റ്റ് ഹുവാമൈ ചേർത്തു അല്ലെ. തുടക്കത്തിൽ എന്ത് ചെയ്തു? ഐ ചേർത്തു. അല്ലെങ്കിൽ ഞാൻ പറയാ അല്ലെ, ബട്ടർഫ്ലൈ ആണ് പറയുന്നത് അല്ലെ, അങ്ങനെ എഴുതിയ അല്ലെ. അങ്ങനെ ഒന്ന് എഴുതി നോക്കുക. ഈ ഒരു ഹണിബി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ കമന്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മളെ യൂട്യൂബിന്റെ കമന്റിൽ ഇടുക. നമുക്ക് തെറ്റുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. എന്താണ്? ലുക്ക് അറൌണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് യുവർ ആൻസ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അഥവാ നമ്മൾ വീട്ടിൽ ആൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, അതിന്റെ ചിത്രമൊക്കെ ഒന്ന് വരച്ച് അല്ലെ, അത് അവരെങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിന്റെ കുറച്ച് സെന്റൻസുകളൊക്കെ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. മാഷ് ഇവിടെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 4 സെന്റൻസും കൂടി എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്കൂളിലെ ടീച്ചറിനെയൊക്കെ ഒന്ന് കാണിച്ചു നോക്കുക. സ്വന്തമായിട്ട് ചിത്രമൊക്കെ ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, ഇനി സ്കൂളിൽ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഓക്കെ, അടുത്ത ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെ. ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സിമ്പിൾ സ്റ്റോറിയാണ് അല്ലെ. ഒരു കൈറ്റ് ആരാണ്? ഈ കൈറ്റ് ഈ പട്ട ആരുണ്ടാക്കിയതാണെന്നുള്ള തർക്കമാണ് അല്ലെ. അപ്പോൾ അല്ലെ വിൻഡും അല്ലെ കൈറ്റും ആ ഒരു കുട്ടിയും ആ ഒരു നൂലൊക്കെ തമ്മിലുള്ള തർക്കാണ് അല്ലെ. ലാസ്റ്റ് അവരെന്തായി? അവരെല്ലാവരും കൂടി ഒരുമിച്ചു അല്ലെ. ആരും ഒറ്റയ്ക്കല്ല കൈറ്റിനെ പറത്തുന്നത്, എല്ലാവരും കൂടി
ഒരുമിച്ചാണ് അല്ലെ. നമ്മൾ ഹെലൻ കെല്ലറിന്റെ വാചകം ഓർമ്മല്ലേ, എല്ലാവരും ഒരുമിച്ച് അല്ലെ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പട്ടം പറത്തിയത് എന്നുള്ളത് എന്ത് ചെയ്യും, അവസാനത്തിലെത്തും. അതാണ് അതിന്റെ സ്റ്റോറി അല്ലെ. ഗ്ലോസറിയിലത്തെ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി 1 എന്താണ്, അറേഞ്ച് ചെയ്യാണ് അല്ലെ. ഇത് നമ്മൾ ഈ ഒരു കൈറ്റിന്റെ സ്റ്റോറിയിലുള്ളത് വാക്ക് അല്ലെങ്കിൽ അതിന്റെ ഇവന്റ്സ്, പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്ത് ചെയ്യാണ് ഇവിടെ അങ്ങനെ തെറ്റിച്ച് ജമ്പിൾഡ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് പണി. 1, 2 മാത്രം മാഷ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളെ ആകെ 5 ഉള്ളൂ, ബാക്കി സ്വയം കണ്ടെത്തുക. ഒന്നാമത്തെ എന്താണ്, ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക് അല്ലെ. മേയർ ആ പാർക്കിൽ കുട്ടി ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഇത് പറത്തിനെ കാണുകയാണ് അല്ലെ. 2 എന്താണ്, ദ ബോയ് സെറ്റ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈറ്റ് അല്ലെ. ബോയ് സ്വയം പറയാണ് ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, ഞാനാണ് പറത്തുന്നത് എന്ന് എന്ത് ചെയ്യാണ്, പറയാണ് അല്ലെ. അതൊക്കെ എനിക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന സംഗതികൾ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് ചെയ്തു നോക്കുക. തെറ്റ് വരാതെ പരമാവധി നോക്കുക. ഇനി തെറ്റ് വന്നാലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ശരിയാക്കാം അല്ലെ. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം പഠിക്കാം. ഓക്കെ, പിന്നീട് എന്താ, ഒരു പിക്ചർ സ്റ്റോറി കാർഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം. പിന്നീട് വരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് മറ്റൊക്കെ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസ് ആണ്. അതെന്ത് ചെയ്യാം, വീട്ടിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഉറുമ്പിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ പരമാവധി എഴുതി നോക്കുക. പ്രയാസം ഉണ്ടെങ്കിൽ മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനൊന്നും മറക്കരുത്. നമ്മൾ ക്ലാസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതുവഴി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, നല്ലൊരു എക്സാമും നല്ലൊരു ഉഷാറായിട്ട് പഠിക്കാനൊക്കെ ഉള്ള ഒരു കഴിവൊക്കെ ദൈവമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.